ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നിവിടെ ചോക്ലേറ്റ് കേക്കാണ് തയ്യാറാക്കുന്നത്. ഒരു ഗ്ലാസ്സിൽ അളന്നിട്ടാണ് ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 1.5 ഗ്ലാസ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് 1.5 ഗ്ലാസ് നമുക്ക് അളന്ന് തന്നെ ഇട്ട് കൊടുക്കാം. ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമുക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം എല്ലാം. അപ്പം നമുക്ക് സോഡാ പൗഡർ 1/4 സ്പൂണ്, 1 സ്പൂൺ ബേക്കിംഗ് സോഡ, നമുക്ക് വാനില എസൻസ് ഒരടപ്പ് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിൽ തന്നെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഇത് പഞ്ചസാരയാണ്, പൊടിക്കാത്ത പഞ്ചസാരയാണ്. ചെറിയ തരി ആയതുകൊണ്ടാണ് പൊടിക്കാതിട്ട്, വലിയതാണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ടിട്ടോ. നമുക്കൊരു 4 സ്പൂണ് കൊക്കോ പൗഡർ കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി ഇട്ടാൽ കുറേ കൂടി കളർ വരും. ഞാൻ 4 സ്പൂൺ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇത് ഒരുപാട് പുളിക്കാത്ത തൈരാണ്. 1 ഗ്ലാസ് തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പുളിച്ചിട്ടില്ല. നമുക്ക് ഒരു 3/4 ഗ്ലാസ് ഓയിലും കൂടി ഞാനതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്പം ഉപ്പിടാൻ ഞാനങ്ങ് മറന്നുപോയി. ഞാനിത് കാപ്പിപ്പൊടിയാണ്. കാപ്പിപ്പൊടി പഞ്ചസാര ഇടാതെ നല്ല കാപ്പി ഇടുന്നത് പോലെ തന്നെ ഇട്ടിട്ട് 1/4 ഗ്ലാസ് കാപ്പി വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. അല്പം ഉപ്പും ഇട്ടിട്ട് നമുക്കിത് അടിച്ചെടുക്കാം. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ വേണം നമുക്ക് നമ്മുടെ കൂട്ട് കിട്ടാൻ. അപ്പം നമുക്ക് കുക്കറിലോട്ട് ആദ്യം കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. നമുക്ക് ഓയിൽ അതിൻ്റെ മണ്ടയും കൂടി ഒന്ന് തൂത്ത് കൊടുക്കാം. ഈ സൈഡിലും കൂടെ ബട്ടർ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ ഒട്ടും നമുക്ക് പിടിക്കത്തില്ല. എനിക്ക് സൈഡിൽ ഇളകി വരാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. സൈഡിൽ ഒരു ഇച്ചിരി ആയിട്ടുണ്ടായിരുന്നു കുക്കറിൻ്റെ. അല്ലെന്നുണ്ടെങ്കിൽ സൈഡിലും കൂടി ആകാതെ നമുക്ക് പിന്നെ കുക്കർ കഴുകി എടുക്കാൻ ബുദ്ധിമുട്ടോ, കഴുകി എടുക്കണ്ട, അതേപോലെ തന്നെ നമുക്ക് ഫിനിഷായിട്ട് നമുക്ക് കേക്ക് വരും. അതിൻ്റെ ബബിൾസൊക്കെ നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അതിൻ്റെ മണ്ടയിൽ പിശിലൂരി മാറ്റിയതിന് ശേഷം നമുക്ക് അത് ക്ലോസ് ചെയ്യാം. ഒരു മണിക്കൂർ കറക്റ്റ് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് കേക്ക് കറക്റ്റായിട്ട് കിട്ടിയത്. അപ്പം ഞാൻ കുത്തി നോക്കി, നന്നായിട്ട് വെന്തിട്ടുണ്ട്. സൈഡൊക്കെ വിട്ടിട്ടുണ്ട്. പക്ഷേ ബട്ടർ പേപ്പർ ഇട്ടിരുന്നെങ്കിൽ രണ്ട് ആ സൈഡിലെങ്ങും വരത്തില്ലായിരുന്നു. ഒറ്റ തട്ടിന് നമുക്ക് ഇത് ഇളക്കിയെടുക്കാൻ നീറ്റായിട്ട് തന്നെ നമുക്ക് വന്നിട്ടുണ്ട് കേക്ക്. നല്ല സോഫ്റ്റ് കേക്കാണ്. നമുക്ക് കുക്കറിൽ നിന്ന് മാറ്റാം. ഉണ്ടോ, സിമ്പിളായിട്ട് തന്നെ ഇതിൻ്റെ പുറമൊക്കെ ഇളകി വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ചി കേക്കാണ്. നല്ല ടേസ്റ്റുള്ള ചോക്ലേറ്റിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് ചോക്ലേറ്റിൻ്റെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഫുള്ള് പിന്നെ നമ്മൾ ഒറിജിനൽ ചോക്ലേറ്റ് കേക്ക് കഴിക്കുന്ന അതേ ടേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മണ്ടയിൽ ഇടാനായിട്ട് കുറച്ച് ചോക്ലേറ്റ് നമുക്ക് ഒന്ന് അലിയിച്ചെടുക്കാം. അലിയിച്ചെടുത്തിട്ട് നമുക്കതിൻ്റെ മണ്ടയിൽ നമുക്കൊന്ന് തൂത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് തൂത്ത് പിടിപ്പിക്കാം. ഇത് പിന്നെ നന്നായിട്ട് തൂത്ത് പിടിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു ചോക്ലേറ്റിൻ്റെ തന്നെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ഇത് ഒഴിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഫുള്ള് ചോക്ലേറ്റ്. പക്ഷെ ഒരുപാട് മധുരം വേണ്ട എന്ന് തോന്നുന്നവർക്ക് അത് മാത്രം കഴിച്ചാൽ പിന്നെ കറക്റ്റ് ടേസ്റ്റാണ്. ചോക്ലേറ്റിൻ്റെ ഒരുപാട് ടേസ്റ്റ് വേണമെന്നുള്ളവർക്ക് മാത്രം ഈ ചോക്ലേറ്റിൻ്റെ ക്രീം നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ചോക്ലേറ്റിൻ്റെ ക്രീം നന്നായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മണ്ടയിൽ കുറച്ച് ഷുഗർ ബൗൾസൊക്കെ ഇട്ട് കൊടുത്ത് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് കേക്കാണ്. അപ്പം ഈ ക്രീം വേണ്ടാത്തവർ ഒഴിക്കണ്ട. ഒരുപാട് മധുരം ഇല്ല, സാധാരണ അത് മാത്രം കഴിച്ചാൽ മതി. നല്ല ടേസ്റ്റാണ്. ഇപ്പം ക്രീം ഒഴിക്കുമ്പം ഒരുപാട് മധുരമായിപ്പോവും. അപ്പോൾ കുട്ടിയൊക്കെ ആകുമ്പം ഓക്കെയാണ്, നല്ല ടേസ്റ്റാണ്. കുട്ടികളൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പം ചാനലൊക്കെ ഫുള്ളായിട്ട് കാണുക. നിങ്ങളെൻ്റെ വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. സബ്സ്ക്രൈബ് ചെയ്യുക ആരും മറക്കല്ല്. പ്ലീസ് സബ്സ്ക്രൈബ് ബട്ടൺ ആരും മറക്കല്ല്. അപ്പം നല്ലൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ടേക്ക് കെയർ. ബൈ ബൈ.